അങ്ങ് പ്രധാനമന്ത്രി മുതൽ ഇങ്ങ് താഴെ ഒരു വാർഡ് മെമ്പറായ രാഷ്ട്രീയക്കാരൻ വരെ ഭയക്കുന്ന ഗുരുതരമായ ഒരു ആരോപണമാണ് സ്ത്രീ സംബന്ധമായ വിഷയങ്ങൾ. മറ്റേതൊക്കെ ആരോപണങ്ങൾ ഉണ്ടെങ്കിലും അതിനെ എല്ലാം അതിജീവിച്ച് വീണ്ടും രാഷ്ട്രീയ രംഗത്ത് സജീവമാകാൻ കഴിയുമെങ്കിലും സ്ത്രീ വിഷയങ്ങൾ, അതും തെളിവുകൾ സഹിതം പുറത്തു വന്ന വിഷയങ്ങളുണ്ടെങ്കിൽ ആ രാഷ്ട്രീയക്കാരൻ്റെ ഭാവി അവിടെ തീരും. അത്തരത്തിലുള്ള ഗുരുതരമായ ഒരു ആരോപണത്തിലാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പെട്ടു നിൽക്കുന്നത്. ഏകദേശം ഒരു മാസത്തിലധികം വീടിനുള്ളിൽ അടച്ചിരുന്ന ശേഷമാണ് പുള്ളിക്കാരൻ മണ്ഡലത്തിൽ ഇപ്പോൾ ഇറങ്ങിയത് തന്നെ. മണ്ഡലത്തിൽ നിന്നും ഒരു ദിവസം പോലും മാറി നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഓരോ MLA-മാർക്കും. അപ്പോഴാണ് ഒരു മാസത്തിലധികം ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം വീടിനുള്ളിൽ മുറിയടച്ചിരുന്നത്. ഉയർന്നത് അത്രത്തോളം ഗുരുതരമായ ഒരു ആരോപണമായതുകൊണ്ട് തന്നെയാണ് ഈ അവസ്ഥ വന്നുപെട്ടത്. ഒരു മാസത്തിനു ശേഷം വീണ്ടും പുറത്തിറങ്ങുമ്പോൾ പുതിയ ഒരാളായി ഇറങ്ങണം എന്ന ഉദ്ദേശത്തിലായിരിക്കണം ചില മാറ്റങ്ങൾ മാങ്കൂട്ടത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളുടെ ഇടയിലൂടെ ഒളിച്ചും പാത്തും നടക്കേണ്ട ഗതികെട്ട നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. MLA ബോർഡ് എടുത്തു മാറ്റി സ്വന്തം മണ്ഡലത്തിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു MLA, ഒരു ജനപ്രതിനിധിക്ക് ചെന്നെത്താവുന്ന നാണക്കേടിന്റെ അങ്ങേയറ്റം. ഈ ദയനീയ നിലയ്ക്ക് കാരണം മറ്റാരുമല്ല, അയാളുടെ പാർട്ടിയോ അയാളുടെ രാഷ്ട്രീയ നിലപാടുകളിലെ ശരിതെറ്റുകളോ അല്ല. വ്യക്തി എന്ന നിലയിൽ അയാൾ ചെയ്തു കൂട്ടിയ അങ്ങേയറ്റം ഹീനമായ കാര്യങ്ങൾ മാത്രമാണ്. അതങ്ങനെ ഉറച്ചു പറയാൻ മാത്രം ശബ്ദിക്കുന്ന തെളിവുകൾ, അതിഗുരുതരമായ ലൈംഗിക ആരോപണങ്ങളാണ് പുറത്തു വന്നത്. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് പോലും അത് ബോധ്യപ്പെട്ടതുമാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനോ അയാളെ പിന്തുണച്ചും പ്രീണിപ്പിച്ചും നാറിയത് ചുമന്നും പുറകെ നടക്കുന്ന പാർട്ടിയിലെ വളരെ ചെറിയൊരു കൂട്ടത്തിനോ മാത്രം അക്കാര്യത്തിൽ ഇനിയും ബോധ്യമില്ല എന്ന് വേണം കാണാൻ. അല്ലെങ്കിൽ ബോധ്യമില്ലാത്തവരെ പോലെ നടിക്കുകയാണ്. കണ്ണടച്ചാൽ അവരവർക്കേ ഇരുട്ടാകൂ എന്ന് മാത്രം. ഇതിനകത്ത് ഒരു കാര്യം, നമ്മൾ ഇയാളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് ഒന്ന് വിശകലനം ചെയ്യാനായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ, പരാതികളൊന്നും വരാതെ സെറ്റിൽ ചെയ്യുന്നതിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു എന്നൊരു പാതി ആത്മവിശ്വാസം ഇയാളുടെ മുഖത്തുണ്ട്. പാതിയേ ഉള്ളൂ, മുഴുവനായിട്ടില്ല. അതായത് ഇതുവരെ പരാതികൾ 38 ദിവസം അവിടെ നിന്നിട്ട് 2 കാര്യങ്ങളാണ് ഇയാൾ ചെയ്തിട്ടുണ്ടാകും. ഒന്ന്, താടി വളർത്തി. അതൊരു സാഡ് ഫിഗർ ആകാൻ വേണ്ടിയിട്ടാണ്. ആളുകൾ കാണും അയ്യോ പാവം എന്ന് തോന്നണം. മുടി വെട്ടിയില്ല. രണ്ടാമത്തേത്, ഈ പറയുന്ന സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുക, പരമാവധി പരാതികൾ വരാതെ സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുക. അതിലൊരു പാതി വിജയം കണ്ടിട്ടുണ്ട് എന്ന ഒരു ആത്മവിശ്വാസമാണ് ഇറങ്ങി നടപ്പിൻ്റെ ഒക്കെ ഒരു കാര്യം. പക്ഷേ അപ്പോഴും അയാൾക്കാണല്ലോ ഇതിൻ്റെ ഗ്രാവിറ്റി അറിയുക, ആർക്കൊക്കെ എന്തൊക്കെ ചെയ്തു, ആരോടൊക്കെ എന്തൊക്കെ ചെയ്തു എന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള വിജയം ഉണ്ടായിട്ടുമില്ല. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഇപ്പോൾ ഷാഫി പറമ്പിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇത് ആസൂത്രണം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ വിചാരിക്കുന്നത് ഇയാൾ ഇറങ്ങി നടന്നാൽ, ഇപ്പോൾ നമ്മുടെ നടക്കുള്ള ക്യാമറകൾ എല്ലാ ദിവസവും ഇങ്ങനൊരു വിവാദവും പ്രശ്നമൊക്കെ ഉണ്ടായാലും എല്ലാ ദിവസവും പിന്തുടരും അയാളെ. ക്യാമറകളിൽ ഇയാൾ പെടും, മനുഷ്യരോട് സംസാരിക്കുക. കേരളത്തിലൊരു മനുഷ്യനും ഒരാൾ വന്നിട്ട്, ഒരു രാഷ്ട്രീയക്കാരനോട് പൊതുപ്രവർത്തകൻ ഇങ്ങനെ വന്നിട്ട് എന്ത് കുഴപ്പത്തിലെങ്കിലും പൊട്ടോട്ടെ, അയാൾ വന്നിട്ട് മുന്നിൽ നിൽക്കുമ്പോൾ ചിരിക്കാതിരിക്കില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ബെന്നി ബെഹനാനോ അല്ലെ മറ്റൊരാളോ വന്നു കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ DCC പ്രസിഡന്റ് പറഞ്ഞു കേട്ടില്ലേ, ഞാൻ എന്ത് ചെയ്യും, കൈ കൊടുക്കണ്ടേ? പിന്നെ ഒരാൾ, ഇപ്പം രാഹുൽ വന്നിട്ട് ഒരാളോട് നിന്ന് ചിരിക്കുമ്പോൾ അങ്ങോട്ട് ചിരിക്കുമ്പോൾ ഇയാൾക്ക് ചിരിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അത് ക്യാമറകളിൽ പരമാവധിപ്പെടുത്തുക. എന്നിട്ട് ഇതിനെ ഒരു സാധാരണീകരിക്കാനുള്ള ശ്രമമായിരിക്കും ഇവരുടെ അടുത്ത സ്ട്രാറ്റജി. 38 ദിവസം ഇരുന്നു, താടി നീട്ടി സെറ്റിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, പരമാവധി ആളുകൾ ശ്രമിച്ചു. ഇതിലെല്ലാം താടി കുറച്ച് പാതി വിജയിച്ചിട്ടുണ്ട്, താടി. അതുപോലെ ഈ സംസാരിക്കുന്നതിൽ പാതി വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ക്യാമറകളിൽ പരമാവധി പകർത്തിയിട്ട് ക്യാമറകൾ എല്ലാ ദിവസം പിന്തുടരുമ്പോൾ അതിനെ സാധാരണീകരിക്കാനാണ് ശ്രമിക്കുക. പക്ഷേ ഒരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ, ഇത് ഒന്ന് കേരളമാണല്ലോ, ഇത് ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ട് ഇത് പൂർണ്ണമായിട്ട് സെറ്റിൽ ചെയ്യാൻ അയാൾക്ക് പറ്റും. അതായത് എന്നാണോ അയാൾ ശക്തനായിട്ട്, അല്ലെങ്കിൽ ഹൂ കേസ് എന്നൊരു തവണ കൂടെ പറയുന്നത്, അന്ന് ഈ അപമാനിതരായിട്ടുള്ള ആളുകൾ അന്ന് വരില്ലേ തിരിച്ച്. ഈ ആളുകൾ ഞാൻ കണ്ടതാണ് ഈ തെളിവുകൾ. അപ്പോൾ ഈ തെളിവുകൾ എക്കാലത്തും എത്ര സെറ്റിൽ ചെയ്താലും അങ്ങനെ ഇരിക്കുന്നതാണോ ഇയാൾ വിചാരിക്കുന്നത്? അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം, ഈ സാധാരണക്കാരായ മനുഷ്യർ, ഇയാൾ മുന്നിൽ വന്ന് ചിരിക്കുമ്പോൾ പോലും ആ സാധാരണക്കാരായ മനുഷ്യർക്കുള്ളിൽ കൃത്യമായിട്ടുള്ള വിലയിരുത്തലുണ്ടായിട്ടുണ്ടാകും. കോൺഗ്രസ്സുകാർക്കും CPM-കാർക്കും BJP-കാർക്കും അവരൊന്നും അല്ലാത്ത കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾക്കകത്ത് തന്നെ കൃത്യമായിട്ടുള്ള വിലയിരുത്തലുണ്ടാകും. നമ്മളിപ്പോൾ കാണുമ്പോൾ ഒരു മാധ്യമം എഴുതി കാണിച്ചതെന്ന് വെച്ചാൽ, എന്താണ്, ചേർത്ത് പിടിച്ച് കോൺഗ്രസ് എന്നാണ് മാറിപ്പോയതോ മറ്റോ ആണ്. ചേർത്ത് പിടിച്ച് ബെന്നി ബെഹനാൻ ചേർത്ത് പിടിച്ചപ്പോൾ കോൺഗ്രസ് എന്ന് മാറി. അതല്ലാതെ ഒരു മനുഷ്യനും ഇയാൾ, ഒരു കോൺഗ്രസ് നേതാവ് അവിടെ എത്തിയിട്ടില്ല എന്ന് ഓർക്കണം. എന്തുകൊണ്ടാണ് ഈ ദിവസം സെലക്ട് ചെയ്തത്? ഒരു വീട്ടിൽ ഒരു മരണം ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഒരു നേതാവിൻ്റെ, പ്രാദേശിക നേതാവിൻ്റെ മരണം ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ പോവുക എന്ന് വെച്ചാൽ അവിടെ ഈ മറ്റു നേതാക്കളെല്ലാം ഉണ്ടാവും. ബെന്നി ബെഹനാൻ അവിടെയുണ്ട്, തങ്കപ്പൻ അവിടെയുണ്ട്. അപ്പോൾ ഇവരെ, അതായത് നമ്മൾ കാണുമ്പോൾ ഇവർ ആലോചിച്ച് തീരുമാനിച്ചിരിക്കുന്നത്, അവിടെ ചെന്നാൽ ക്യാമറ സ്വാഭാവികമായിട്ടും പിന്തുടരും. അവിടെ ചെന്നാൽ ഒരു വീട്ടിൽ വെച്ച് മറ്റു നേതാക്കൾ കാണുമ്പോൾ ഞങ്ങൾ സംരക്ഷിക്കാനൊന്നുമില്ല, അയാളിപ്പോൾ കോൺഗ്രസിന് പുറത്താണ് എന്ന് പറഞ്ഞ DCC പ്രസിഡന്റ് കണ്ടാൽ കൈ കൊടുക്കേണ്ടി വരില്ലേ? അത് ക്യാമറയിലാവുകയും അത് തങ്ങൾക്ക് അനുകൂലമായിട്ട് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് തോന്നലുണ്ടാക്കുകയൊക്കെയാണ് ഉദ്ദേശം. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ ടെലിവിഷൻ ക്യാമറകളിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ കണ്ണിന് മുന്നിലുള്ള കാര്യങ്ങൾ അവരോട് അങ്ങോട്ട് കൊടുക്കാൻ ഇവരുദ്ദേശിക്കുന്ന സന്ദേശം മാത്രം വിശ്വസിക്കുന്ന ആളുകളല്ല. അവരുടെ രാഷ്ട്രീയമായിട്ട് അവരുടെ പ്രബുദ്ധത വെച്ചിട്ട് കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ തന്ത്രം വീട്ടിൽ പോയിട്ട് ഇന്ന ആളുകളെല്ലാം കാണുക, ഈ നേതാവ് കണ്ടാവുന്ന ചേർത്ത് പിടിക്കും. അതുകൊണ്ട് ആ ഇമേജ് ഉണ്ടാക്കിയിട്ട് ദിവസങ്ങളും ഓളം ഇങ്ങനെ കൊണ്ടുപോകുക എന്നുള്ള കാര്യങ്ങളൊക്കെ വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോവുകയാണ്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതല്ല, മറ്റൊരു പ്രധാന സംഗതിയാണ്. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിൽ പാലക്കാട് MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് പാർട്ടി സീറ്റ് കൊടുക്കുമോ?
ഇത്രത്തോളം ഗുരുതരമായ ആരോപണങ്ങളിൽ പെട്ടിട്ടും ഈ ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള വാട്സപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും അതുപോലെ സംഭാഷണങ്ങളും പുറത്തു വന്നിട്ടും ഇതിനെതിരെ ഒരു പരാതി കൊടുക്കാതെ താൻ കുറ്റക്കാരനാണ് എന്ന് പറയാതെ പറഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടം എന്ന രാഷ്ട്രീയക്കാരൻ അയാളുടെ പ്രസ്ഥാനമായ കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും ശക്തൻ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ശക്തൻ രാഹുൽ മാങ്കൂട്ടത്തിലല്ല, ഷാഫി പറമ്പിലാണ്. കോൺഗ്രസിലെ നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഒരാളായ ഷാഫി പറമ്പിലാണ് പാർട്ടിക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാൻ ഷാഫി പറമ്പിൽ തയ്യാറായിട്ടില്ല എന്നുള്ളതുകൂടി നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടുന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകളെ തള്ളി പാർട്ടിയിലെ യുവപ്രവർത്തകരും അതുപോലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും പിന്തുണ പ്രഖ്യാപിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും തെറ്റുകാരനാവുന്നില്ല എന്ന് വിശ്വസിക്കുന്നത്. ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എന്ന ചോദ്യം ഉയരുമ്പോൾ കൃത്യമായ ഒരു ഉത്തരം ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പോലും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന മുതിർന്ന നേതാക്കൾക്ക് ഉത്തരം പറയാൻ കഴിയില്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമായി ബന്ധമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ഇവിടെ തരുന്നുണ്ട്. അവരിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കും എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല അതിനൊപ്പം മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മാങ്കൂട്ടത്തിൽ മത്സരിക്കുന്നത് നിലവിൽ MLA ആയി തുടർന്നു വരുന്ന പാലക്കാടല്ല എന്നുള്ളതാണത്. ചുരുക്കി പറഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിനേക്കാൾ വലിയ ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ചേക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിസന്ധിയിലായെങ്കിലും ഷാഫി പറമ്പിൽ ഇപ്പോഴും കോൺഗ്രസിനുള്ളിൽ ശക്തൻ തന്നെയാണ് എന്ന്. ഷാഫിയുടെ അടുത്ത ആളായ തിരുവനന്തപുരം ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയപ്പോൾ പുള്ളിക്കാരന് എസ്കോർട്ട് വന്നിരുന്ന കാര്യം മാത്രം ആലോചിച്ചാൽ മതി ഷാഫി പറമ്പിൽ കോൺഗ്രസിനുള്ളിൽ എത്രമാത്രം ശക്തനാണ് എന്ന് മനസ്സിലാക്കാൻ. ഗുരുതരമായ ആരോപണത്തിൽപ്പെട്ടു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കേണ്ട എന്ന് തന്നെയാണ് കോൺഗ്രസിനുള്ളിലെ മുതിർന്ന നേതാക്കളുടെ തീരുമാനമെങ്കിലും ആ തീരുമാനത്തെ മാറ്റിമറിക്കാനുള്ള ശക്തി ഇപ്പോൾ ഷാഫിക്കുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കോൺഗ്രസ് ഒരു വലിയ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. പാർലമെന്റ് മെമ്പർമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു ആ തീരുമാനം. ഷാഫി പറമ്പിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ MP-യാണ്. സ്വാഭാവികമായും പാർലമെന്റ് മെമ്പർമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം നടപ്പിലാവുകയാണെങ്കിൽ ഷാഫി പറമ്പിലും മാറി നിൽക്കേണ്ടി വരും. എന്നാൽ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഷാഫി പറമ്പിൽ അതിനൊരുക്കമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. UDF ഇത്തവണ അധികാരത്തിലെത്തുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഇപ്പോഴും കോൺഗ്രസുകാർ. അതുകൊണ്ട് തന്നെ അധികാരത്തിലെത്തിയാൽ മന്ത്രിയാവുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കോൺഗ്രസിനുള്ളിലെ പല നേതാക്കളും ഇപ്പോഴേ കുപ്പായം തുള്ളി തുടങ്ങിയത്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ പകുതിയിൽ കൂടുതൽ MP-മാരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി നിൽക്കുന്നവരാണ്. അതിൽ പ്രധാനികളാണ് വർക്കിംഗ് പ്രസിഡന്റായ ഷാഫി പറമ്പിലും UDF കൺവീനറായ അടൂർ പ്രകാശും. എന്നാൽ MP-മാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്നാണ് കേരളത്തിലെ മറ്റു കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം. MP-മാരുടെ തള്ളിക്കയറ്റം തങ്ങൾക്ക് ലഭിക്കുന്ന സീറ്റുകൾ നഷ്ടപ്പെടുത്തുമോ എന്നുള്ളതാണ് അവരുടെ ആശങ്ക. നിലവിലെ കോൺഗ്രസ് നേതൃത്വം ആദ്യം ഇക്കാര്യം അനുകൂലിച്ചെങ്കിലും നിലവിൽ ഷാഫി പറമ്പിലിൻ്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഷാഫി പറമ്പിൽ ഇത്തവണ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിന് വിട്ടുകൊടുത്ത സ്വന്തം മണ്ഡലമായ പാലക്കാട് നിന്ന് തന്നെ ഷാഫി പറമ്പിൽ ജനവിധി തേടുമെന്നും ഉറപ്പായി കഴിഞ്ഞു. അതേസമയം ഷാഫി പറമ്പിലിന് മണ്ഡലം തിരിച്ചു കൊടുത്ത ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു പോകുന്നു എന്ന് കരുതേണ്ട. രാഹുൽ മാങ്കൂട്ടത്തിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സീറ്റ് ഇപ്പോഴേ ഷാഫി പറമ്പിൽ ഗ്രൂപ്പ് ആലോചിച്ച് ഉറപ്പാക്കി കഴിഞ്ഞു എന്നാണ് വിവരങ്ങൾ. നിലവിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് MLA ആയ ആറന്മുള നിയമസഭാ മണ്ഡലത്തിലാണ് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കാൻ പോകുന്നതെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെയും ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് പോയിരുന്നത്. അതിനിടയിലാണ് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് മത്സരിക്കാൻ പോയതും അപ്രതീക്ഷിതമായി രാഹുൽ മാങ്കൂട്ടം പാലക്കാട് സ്ഥാനാർത്ഥിയായി മാറിയത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാലക്കാട് യാത്രയിൽ ആശ്വാസം കൊണ്ട ഒരാളുണ്ട്. നിലവിൽ ആറന്മുള മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസ് പ്രവർത്തകർ കരുതിയിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ അധ്യക്ഷൻ വിജയ് ഇന്ദുചൂടൻ.
മാങ്കൂട്ടം പാലക്കാട് MLA ആയതോടെ ആറന്മുള നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി വിജയ് ഇന്ദുചൂടൻ എത്തും എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ആ പ്രതീക്ഷയാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. ഷാഫി പറമ്പിൽ ഗ്രൂപ്പിന്റെ പുതിയ നീക്കങ്ങൾ അനുസരിച്ച് ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടം എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ച് ആറന്മുളയിൽ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയ വിജയ് ഇന്ദുചൂടൻ നിരാശനാകേണ്ടി വരും. മറ്റൊരു പ്രധാന കാര്യം കൂടി ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ പിന്നെയുള്ള കോൺഗ്രസ് പാർട്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇവർ രണ്ടുപേരുമായിരിക്കും.